കർത്താവേ, ഈ ദിവസങ്ങളിൽ നിന്നെ കാണുന്നതിനും അറിയുന്നതിനും അവിടുത്തെ ശബ്ദം കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനും അനുഗ്രഹിക്കപ്പെടുന്നതിനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. യോനായുടെ പുസ്തകം 4-ാം അധ്യായം അവസാനത്തെ വാക്യം. അതിനെ യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞ് കൂടാത്ത 1,10,000 ചുറ്റുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോടെ എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. യോനായെപ്പറ്റി 5 പ്രസംഗമെങ്കിലും കേൾക്കാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. ഇപ്പോൾ ഉറങ്ങുന്നവർ പോലും അത്രയും പ്രസംഗം കേട്ടവർ. യോനായ ദൈവം അനുഗ്രഹിച്ചോ ശാസിച്ചോ? നിങ്ങളുടെ അഭിപ്രായം? ദിനമ പോലുള്ള വലിയ ഒരു പട്ടണം മാനസാന്തരപ്പെടാനായിട്ട് ദൈവം യോനായെ തെരഞ്ഞെടുത്തു. യോനായ്ക്ക് ദൈവം വലിയൊരു പദവി നൽകി. അതായത് വളരെ വലിയൊരു പട്ടണം. ആ പട്ടണം മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ലോകത്തിലെങ്ങും സ്ഥാപിക്കുന്നതിന് ഒരു വലിയ പ്രസംഗനായിട്ട് ദൈവം യോനായെ തെരഞ്ഞെടുത്തു. എന്നാൽ യോന അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി. എനിക്കിന്നിവിടെ വന്ന് എനിക്ക് പറയാനുള്ളത്, ഈ കൺവെൻഷൻ യോഗത്തിൽ ഇരിക്കുന്നതിൽ നിങ്ങളെല്ലാം യോനായെപ്പോലെ ദൈവം തിരഞ്ഞെടുത്ത ആളുകളാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് നിങ്ങളെ ദൈവം വേർതിരിച്ചിരിക്കുക. അത് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോകുന്നതിന് നമുക്ക് സാധിക്കാം. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. യോനയ്ക്ക് മനസ്സിലായി, ദൈവം നീയും ദിനവയിൽ പോകണം പ്രസംഗിക്കാൻ. അത് പറഞ്ഞ് അങ്ങ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോന പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അങ്ങ് പോയേക്കാം. ആ കാലത്തൊക്കെ വിശ്വാസം, ദൈവത്തിൻ്റെ അധികാരം ചില സ്ഥലങ്ങളിലേക്ക് നാം ചുരുക്കിയിട്ടുണ്ടായി. ഇപ്പോഴും അങ്ങനെ. പള്ളി ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൺഡേ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ പറയും, ഇന്ന് ഞായറാഴ്ചയാ, കള്ളം പറയരുത്. അതായത് ഞായറാഴ്ച ദൈവം ആക്റ്റീവാണ്, ശനിയാഴ്ച ഞാനാണ് ആക്റ്റീവ്. നമ്മൾ മാതാമൺ കൺവെൻഷനിൽ ദൈവത്തെ, എന്നാൽ നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്. യോനായുടെ പുസ്തകം പറയുന്നത് ദൈവം എല്ലായിടത്തും ആക്റ്റീവാണ്, അല്ലേ? മനുഷ്യനെ തിന്നുന്ന മത്സ്യത്തിൻ്റെ വയറ്റിലും ദൈവമാക്റ്റീവാണ്, അല്ലേ? അതായത് മനുഷ്യൻ തിന്നുകയും മനുഷ്യനെ തിന്നുകയും ചെയ്യുന്നതായിട്ടുള്ള ആ വലിയ മത്സരത്തിൽ വെച്ച് വിഷമനേറിയ ഉപദേശിയായ യോന മാനസാന്തരപ്പെട്ടു.
അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നതിന് മാരാമണ്ണ് വരെ വരണ്ട. നിങ്ങളുടെ ആ ചോരുന്ന വീടിൻ്റെ ഉള്ളിലിരുന്ന് രക്ഷിക്കുന്നവനായ ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കുന്നതിന് സാധിക്കും. നമ്മൾ ദൈവത്തെ ചില മൂലയിലൊക്കെ ആക്കി വെച്ചിരിക്കുക. കള്ളം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറയും ഇന്ന് ഞായറാഴ്ചയാണ്, കള്ളം പറയാൻ പാടില്ല. കാര്യം ദൈവം ആക്റ്റീവാണ് ഞായറാഴ്ച, അല്ലാത്ത ദിവസമൊക്കെ ഉറക്കമാണ്. ഇങ്ങനെയുള്ള തെറ്റിയ ക്രിസ്തീയ ഉപദേശവും കൊണ്ടാണ് ഇന്ന് ലോകം നടക്കുന്നത്. യോന പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, തർശീസിലേക്ക് അങ്ങ് പോകും. അവിടെ അങ്ങനെ ഇല്ലല്ലോ, അദ്ദേഹം ഇവിടെ ദിനവയിലും ഇവിടെയൊക്കെ ഉള്ളു. അതുകൊണ്ട് പോവാ. അവിടെ പറയുന്നുണ്ട്, യോന ചെന്ന് കാശ് കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങി. മനസ്സിലായില്ല? ഈ അച്ഛന്മാരും ഉപദേശന്മാരും നിവർത്തിക്കൊണ്ട് കാശ് കൊടുക്കാതെ കാര്യം സാധിക്കും. കാശ് വാങ്ങിക്കാൻ അവർക്കറിയാം, കൊടുക്കാൻ അറിയാം. മനസ്സിലായി? അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, അവൻ കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങും. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവന് പ്രതിഫലം കൊടുക്കാൻ പഠിക്കണം. അതിന് അവനെ അംഗീകരിക്കാൻ പഠിക്കണം. ഈ ജയിലിലുള്ള പുള്ളികൾക്ക് ജോലി ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കാമോ പാടില്ലയോ? നമ്മുടെ സഭാംഗമായ ശ്രീ KT തോമസ് ഒരു വിധി അത് സംബന്ധിച്ച് എഴുതി. ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കണമെന്ന് ഈ രാജ്യത്തിന് നിയമമുണ്ട്. അവൻ്റെ സ്വഭാവം നോക്കിയല്ല, അവൻ്റെ ജോലി നോക്കുകയാണ്. അതിനാൽ അവന് പണം കൊടുക്കും. അതുകൊണ്ട് ഇന്ന് ജയിലിൽ ജോലി ചെയ്യുന്നവന് ശമ്പളം കിട്ടും. അനീതി ഒരു രംഗത്തും ഒരു രീതിയിലും നടക്കുന്നത് ക്രിസ്ത്യാനി സമ്മതിക്കും. എവിടെയെല്ലാം അനീതിയോട് എതിർക്കുന്നുവോ അവിടെയൊക്കെ ക്രിസ്ത്യാനി യോജിക്കാം. നീതിയും സമാധാനവും സ്നേഹവും കരുതലും ലോകമൊട്ടാകെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകുന്നതിന് നമ്മൾ പ്രവർത്തിക്കണം. അനീതിയോട് ഒരു പ്രകാരത്തിലും കൂട്ടുകെട്ട് നിൽക്കരുത്. എന്നാൽ യോന കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചു കയറി. അവന് സുഖമായിട്ടുറങ്ങി. അവന് മനസ്സിലായി, ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് പോയിരിക്കുന്നു, ഇനി ആരും എന്നോടൊന്നും കാണിക്കാനില്ല. ദൈവമാണ്. അവന് സ്വല്പം പേടി ഉണ്ടായിരുന്ന ആൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ താഴത്തെ തട്ടിപ്പോയി കിടന്നത് സുഖമായി ഉറങ്ങി. ഇപ്പോഴത്തെ കാലത്ത് പള്ളിയിലും പന്തലിലുമാണ് എല്ലാവരും ഉറങ്ങുന്നത്. അന്ന് ദൈവത്തിൻ്റെ അരിക്ക് വന്ന് ഉറങ്ങാൻ പഠിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിച്ച ഒരു വലിയ പുതിയ വിദ്യയാണ്. അവൻ അവിടെ കിടന്നു. വലിയ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് മാറ്റുക. എന്നെ എൻ്റെ അമ്മ അടിച്ചെടുത്തോളം ആരും അടിച്ചിട്ടില്ല. ദിവസം ഒരു 2-3 അടിയേലും അമ്മയുടെ അത് കിട്ടാതെ എനിക്ക് ഉറക്കവും വരികയില്ല, അമ്മയ്ക്കും ഉറക്കം വരികയില്ല. എന്നാൽ എൻ്റെ അമ്മ എന്നെ അടിച്ചാൽ 3 പ്രാവശ്യം വന്ന് നോക്കും, അവിടുത്തെ വേദന ഉണ്ടോ, തണുത്ത് പൊങ്ങിയിട്ടുണ്ടോ, താത്തിട്ടുണ്ടോ. ഞാനൊരു പ്രാവശ്യവും നോക്കുക. എനിക്ക് എൻ്റെ അമ്മയുടെ അടി ഒരു തിരുമ്പ് പോരാ.
ഞാൻ നശിക്കാനല്ല, ഞാൻ വളരാനാണ് എൻ്റെ അമ്മ എന്നെ അടിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ എന്തിന് ശിക്ഷ? നമ്മുടെ വാശിയും വൈരാഗ്യവും തീർക്കാൻ അത് ശിക്ഷയല്ല. ശിക്ഷ നമ്മുടെ അനുഗ്രഹമായിട്ട് കാണണം. അത് കാണണമെങ്കിൽ സ്നേഹത്തോടെ ശിക്ഷിക്കാൻ പഠിക്കണം. സ്നേഹത്തോടെ ശിക്ഷിക്കാവുന്നവർ വളരെ ചുരുക്കമാണ്. ആ യോന അവിടെ കിടന്നുറങ്ങിയപ്പോൾ യോന വിചാരിച്ചു കടൽ വരെ ഉള്ളൂ. നമുക്ക് പണ്ടുണ്ടായിരുന്നു ആളുകളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ വെള്ളം കാണുന്നവരെ കൊണ്ടുവിടും. കടലിൻ്റെ അക്കര കടന്നാൽ പിന്നീട് ദൈവത്തിന് അധികാരമില്ല. യോനായ ദൈവം മനസ്സാന്തരപ്പെടുത്തി. ഭൂലോകത്തിൻ്റെ നാഥനായി യോന ദൈവത്തെ കണ്ടു. യോന നമ്മളിന്ന് കാണുന്നുണ്ട്. ലോകത്തിൻ്റെ നാഥൻ ആര്? ദൈവമാണോ? ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ അധികാരി കളക്ടറാണോ? ദൈവമാണോ? അച്ഛനെന്ന് പറഞ്ഞു, കളക്ടർ ഇവിടെ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചോണം, കുഴപ്പം കാണിച്ചാൽ പിടിക്കും. ഇന്നലെ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ആണ് ഭൂലോകത്തിൻ്റെ അധികാരി. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നാം രക്ഷപ്പെട്ടു, ലോകം രക്ഷപ്പെട്ടു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകും. നിങ്ങൾക്ക് ഭൂമിയെ ഭരിക്കാൻ ഒക്കുകയില്ല, എനിക്ക് ഭരിക്കാൻ ഒക്കുകയില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഭൂമി ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്, അല്ലേ? ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുഴിച്ച് ഇട്ട് അത് മുദ്രയൊക്കെ വെച്ച് ശരിയായി അച്ഛൻ വന്നു. അന്ന് ഞാൻ ജീവിച്ചിരിപ്പില്ല, എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാം. അവിടെ വന്നു കഞ്ഞിയൊക്കെ കുടിച്ച് അച്ഛൻ ചാരുകസരയിലോട്ടൊക്കെ കടന്നു. കൊച്ചമ്മ പറഞ്ഞു അവിടെ പോയി കിടന്ന് കട്ടിലെ കിടന്നുറങ്ങി. 2-3 ദിവസമായി ഉറങ്ങിയല്ലോ. ഞാനൊന്ന് കിടക്കാൻ. എൻ്റെ ബുദ്ധിമുട്ട്. അവൻ ആരാ പുള്ളി എന്നറിയാമോ? നമ്മളാരും വിചാരിക്കുന്ന പോലെ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇയാളെ വിട്ടയക്കാം. പീലാത്തോസൊക്കെ പിന്നെയും വരട്ടി. ഏതായാലും എന്നോടധികം കളിച്ച് ജയിച്ചിട്ടുള്ളവനില്ല. അവനെ ഞാൻ വിചാരിച്ചു എന്നെ കീഴടക്കാമൊക്കെ വന്ന് പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ കൂടണം. പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത്, ഇവൻ്റെ കൂട്ടുകാരോ എന്നെ രാത്രി എടുത്തുകൊണ്ട് പോയി അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞതിന്. അപ്പോൾ അച്ഛൻ കുപ്പായം എടുത്തിട്ടുണ്ട്, ഒറ്റ ഓട്ടം. കൊച്ചമ്മ ചോദിച്ചു എവിടെ പോവാ? ഉടനെ പറഞ്ഞു പറയാം, ഇപ്പം സമയം കളയാനില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ യോന പീലാത്തോസിന് അച്ഛനെ കണ്ടപ്പോഴേ വേറെയല്ല. അച്ഛാ ഇനി ഞാൻ എന്നെ ചെയ്യാനൊക്കെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അച്ഛൻ ക്രൂശിച്ച് തന്നു. ഇനി അച്ഛൻ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ഇതുവരെ ചോറുണ്ണാൻ പോയില്ല. അവിടെ ചെല്ലുമ്പോഴത്തെ സ്ഥിതി എന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ആ എഴുത്ത് ഞാൻ വക വച്ചില്ല ഭാര്യയുടെ. പിന്നെ വീട്ടിൽ കയറാനൊക്കെയോ ഇല്ലയോ? ഇപ്പോഴത്തെ പോലെ അന്ന് ഭാര്യമാരെ പേടിയുള്ള ഹസ്ബൻഡന്മാർ. ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അവിടെ ചെന്നു എൻ്റെ അത് മുദ്ര വെച്ചതായിരുന്നു. പീലാത്തോസ് എന്നെ കൊണ്ട് ഈ പണിയൊന്നും പറ്റുകയില്ല. ഇനി ഞാൻ ചെയ്യാവുന്നില്ല, അങ്ങേയറ്റം ചെയ്തു. ഞാൻ വേണേ എൻ്റെ കടലാസോ മുദ്രയോ
എത്താം. അച്ഛൻ പോയി വേണ്ടിയതൊക്കെ എഴുതി അങ്ങ് ചെയ്തു. ഇനി ഇങ്ങോട്ട് വന്ന് എന്നോടൊന്നും പറഞ്ഞത് ഇതുവരെ ഞാൻ ചോറുണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വേദപുസ്തകത്തിനും ഇല്ല, ദൈവം തമ്പുരാനും അറിഞ്ഞിട്ടുള്ളതല്ല, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? എന്നിട്ട് അത് കഴിഞ്ഞ് ചെന്നു മുദ്രയൊക്കെ വെച്ചു റെഡിയായി. അച്ഛൻ വന്നു ശരിയായിട്ടൊക്കെ ഇരുന്നു. ഞായറാഴ്ച രാവിലെ കപ്പ്യാരോടി വന്നു. ഉടനെ ചോദിച്ചു എന്നാടാ? തിരുമേ അച്ഛോ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെയൊക്കെ തോന്നുന്നു കുഴിച്ചൊക്കെ ഇട്ട പുള്ളിയുണ്ട്, ഏതാണ്ട് അവിടെ വഴിക്ക് നിൽക്കുന്നു. നീ പോടാ. അതെങ്ങനെ? അവിടെ പട്ടാളക്കാർ. ആ പട്ടാളക്കാരോ ആരോ ഞാൻ കണ്ടേ ചോദിക്കുക. എനിക്കവിടെ നമ്മുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഞാൻ എപ്പോഴും മഴക്കിന് വരത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അയാളെ നല്ല പരിചയം. അയാളവിടെ നിൽപ്പുണ്ട്, വഴി നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്. ദൈവത്തെ തോൽപ്പിക്കാം, ദൈവത്തെ നശിപ്പിക്കാൻ നോക്കുക. ഇത് നാം മനസ്സിലാക്കണം. ഇത് നമ്മളുടെ പ്രത്യാശയുമാണ്, നമ്മളുടെ വാണിംഗുമാണ്. ദൈവത്തെ തോൽപ്പിക്കാം, ദൈവത്തെ നശിപ്പിക്കാൻ നോക്കുക. അതുകൊണ്ട് യോന അവിടെ ചെന്നപ്പോൾ വലിയ കാറ്റും മഴയൊക്കെ. എല്ലാവരും പേടിച്ചു. പേടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാധനമൊക്കെ ഉപേക്ഷിക്കുക, കപ്പലിന് ഭാരം കൂടുതൽ. അതുകൊണ്ട് അതായത് വേണ്ടാത്ത സാധനമെല്ലാം കൂടെ കപ്പലിൽ കയറ്റിയാൽ കപ്പൽ മുങ്ങും. ഇന്ന് നമുക്കുള്ള ദോഷമാണ് ആവശ്യമില്ലാത്ത ഒത്തിരി സാധനം നമ്മളെ വീട്ടിൽ കയറ്റി കള്ളനെ വിളിച്ചു വരുത്തും. കള്ളനല്ലേ വരികയില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കള്ളൻ വന്നാൽ എൻ്റെ അടുത്തുകൊണ്ട് വന്നാൽ ഞാൻ എവിടെ ഒന്ന് വായിച്ചു, ഒരു വലിയ കവി, അങ്ങേർക്ക് ഒത്തിരി അവാർഡൊക്കെ കിട്ടി, എല്ലാ പത്രത്തിലും അങ്ങേർക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയത്. അപ്പം അവൻ വിചാരിച്ചു ഇദ്ദേഹം വലിയ ധനവാനായി അവാർഡൊക്കെ കിട്ടി. അവൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ആകെ 15 രൂപയായി അവൻ്റെ വീട്ടിലുള്ളൂ. അയാൾ ഇവനെയാണെന്നോ വലിയ ഈ പത്രക്കാർ പടമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ എഴുതി വെച്ചു, നിൻ്റെ ഈ പത്രത്തിലെ പ്രസിദ്ധീകരണമൊക്കെ കണ്ട് നിൻ്റെ രൂപ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ വന്നത്. നീ ഇത്രയും പട്ടിണിക്കാരനാണ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ പോക്കറ്റിൽ 20 രൂപയുടെ വെക്കും. ഇനിയും നിനക്ക് അത്യാവശ്യം വരുമ്പോൾ ഈ മേൽവിലാസത്തിൽ എഴുതിയാൽ ഞാൻ നിനക്ക് വല്ലതും തരാമെന്ന്. അതായത് പണമല്ല പ്രധാനം, ലോക ഇമ്പങ്ങളല്ല പ്രധാനം, ഇതിൻ്റെയൊക്കെയും അധിപനായ ദൈവമാണ്. ഈ മാരാമൻ കൺവെൻഷനിൽ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയൊരു വിപ്ലവം നടക്കും. ഈ ആണ്ടത്തെ മാരാമൻ കൺവെൻഷൻ കേരളത്തിലെ വലിയ വിപ്ലവത്തിൻ്റെ ഇതാണ്. കളക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആത്മീയ രംഗത്തെ വലിയ വിപ്ലവത്തിൻ്റെ ദിവസമായി ഈ ആഴ്ച തീരുന്നതിന് നാം ദൈവത്തോടുകൂടെ സഹകരിക്കാം. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. അദ്ദേഹം ഒരു പ്ലൂറലിസ്റ്റിക് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തെ അറിയാത്ത ആരുമില്ല. ദൈവം ഇല്ലെന്ന് പറയുന്നതിനും ദൈവത്തെ അറിയും. എന്നാൽ ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞത് ആരുണ്ട്?
ഈ എൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നോട് വന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിലൊന്ന്, ഒരു തെറ്റും ചെയ്യാത്തതായിട്ടുള്ള ആരെയും കണ്ടിട്ടുണ്ടോ, അറിയും എന്ന് വെച്ചാൽ തിരുമേനി കുഴപ്പക്കാരനാണെന്ന് പ്രസിദ്ധീകരിക്കാനായിടങ്ങാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയില്ല. ഒരു നന്മയും ചെയ്യാത്ത ആരെയും കണ്ടിട്ടുണ്ട് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ വിശുദ്ധ കുർബാന കൊള്ളാൻ വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ പറയും, കുർബാന കൊള്ളാൻ വന്നവരെല്ലാം പാപം അനുതാപത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചൊല്ലണം. അപ്പോൾ കുർബാന കൈക്കൊള്ളണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? പാപം ചെയ്തിരിക്കണം. അതെ, പാപം ചെയ്യാതെ കുർബാന ഓടാൻ നോക്കുമോ? അവൻ പാപം ചെയ്യാത്തവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. അപ്പം അതിനത് ചൊല്ലിത്തരുന്നത് പാപം ചെയ്തില്ല. അതായത് എൻ്റെ കുറവുകൾ എന്ന് ഞാൻ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കുറവുകളെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നോട് ചോദിച്ചാൽ തിരുമേനി ചെയ്തിട്ടുള്ള വലിയ പാപമാണ് ഞാൻ ഉഴപ്പും. അറിയാൻ വയ്യ ഞാൻ. എന്നാൽ അത് മനസ്സിലാക്കി അതേറ്റു പറയാതെ തിരുമേനിക്ക് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇവിടെ ഇന്ന് വന്നുകൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതും ലോകത്തെ നശിപ്പിക്കുന്നതുമായി നമ്മിലുള്ള പ്രവർത്തനങ്ങൾ നാം ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ കേരളത്തിൽ വലിയ അനുഗ്രഹമാണ്. കേരളത്തിൻ്റെ അനുഗ്രഹത്തിന് മന്ത്രിസഭ മാറിയാലൊക്കുകയില്ല. പിന്നെയോ നമ്മുടെ തെറ്റെന്താണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തോട് കാണിക്കുന്ന അപരാധം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പറയുന്നുണ്ട് കാട്ടിലുള്ള മരമെല്ലാം വെട്ടിയച്ച് ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞ് വെള്ളമില്ലാതാക്കിയതാരാ? അതുകൊണ്ട് ഈ കൺവെൻഷൻ നമുക്ക് കേരളം അനുഗ്രഹിക്കപ്പെടുവാൻ ഞാനും എൻ്റെ സഭയും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് രൂപാന്തരപ്പെടും. യോനായ ഒടുക്കം അവരെല്ലാം യോനായോട് വളരെ ചോദിച്ചു, നീ എവിടുത്തെ കാര്യം, നീ എന്തോ ചെയ്തു, എങ്ങനെയൊക്കെ ആകെ ഒത്തിരി ചോദ്യമൊക്കെ ചോദിച്ചു. അവനെ എടുത്ത് വെള്ളത്തിലോട്ട്. നമുക്ക് മറ്റു മനുഷ്യനെ വെള്ളത്തിലാക്കുന്നതിന് ഒരു പ്രയാസവും. അത് വലിയ മിടുക്കായിട്ടൊക്കെ പറയും. അവനിങ്ങോട്ട് ഞാൻ അവനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറ്റിച്ചു. എന്നാൽ ആ കപ്പൽക്കാർക്ക് യോനായ വെള്ളത്തിലെറിയാൻ വലിയ വിഷമം ഒരു നിവൃത്തിയുണ്ട്. മറ്റു മനുഷ്യനെ നശിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ വേദനയാണ്. എൻ്റെ പ്രവർത്തനം മറ്റുള്ളവന് വിഷമമുണ്ടാക്കുന്ന നാശമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ദുഃഖിക്കാനായി